മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ആ ഒരു പച്ചക്കായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കട്ടെ. പച്ചക്കായ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ 2 സൈഡും കളയാം. ഇത് തൊലി എടുത്ത് കളയാണ്. ഇനി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം നടുവിൽ ഇങ്ങോട്ട് കീറുക. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിന്. കനല്ലാതെ നീളത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപ്പും മഞ്ഞളും വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകി എടുക്കുകയാണ്. പച്ചക്കായ ആയതുകൊണ്ട് കറ ഉണ്ടാവും. ഇനി ഒന്ന് കഴുകി എടുക്കട്ടെ ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഉള്ളിട്ട് കൊടുക്കുകയാണ്. ഒരു സവാള കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുത്തു. സവാള നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. അതോടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വല്ലുള്ളി ഒന്ന് നന്നായി വാടി വരട്ടെ. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാള ഒരു ഗോൾഡൻ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പച്ചക്കായ ചേർത്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളകും പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കായൊക്കെ നല്ലൊരു സോഫ്റ്റായി വരും. 10 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ പച്ചക്കായൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടി അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കായ മെഴുക്ക് പുരട്ടി റെഡിയായി വന്നിട്ടുണ്ട്. വേവൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പേരിയാണ് മെഴുക്ക് പുരട്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊന്നും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.